മുസ്ലിം മതവിഭാഗത്തിൻ്റെ വിവാഹമോചന കേസുകളിൽ കുടുംബ കോടതിക്ക് എത്ര അധികാരമാണുള്ളത്, അവകാശമാണുള്ളത്? സാധാരണ മറ്റു മതവിഭാഗങ്ങളുടെ വിവാഹമോചന രീതിയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം മുസ്ലിം മതവിഭാഗത്തിൻ്റെ കാര്യത്തിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. മുസ്ലിം മതവിഭാഗത്തിൻ്റെ വിവാഹ രീതിയെ പ്രത്യേക ഒരു മതവിഭാഗ രീതിയായി കണക്കാക്കുകയും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം വിവാഹമോചനങ്ങൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ നിയമ നടപടികൾ നടത്തേണ്ടത് എന്നാണ് ഹൈക്കോടതി അൻവറുദ്ദീൻ വേഴ്സസ് സബീന എന്ന കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പറയാൻ കാരണം സാധാരണ മുസ്ലിം വിവാഹമോചനത്തിൽ പാലിക്കേണ്ടുന്ന ചില കാരണങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മുസ്ലിം മതവിഭാഗത്തിന് വിവാഹമോചനം ലഭിക്കുവാൻ കോടതിയെ സമീപിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നടക്കുന്നതായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അനുരഞ്ജന ശ്രമമാണ്. അനുരഞ്ജന ശ്രമം പരമാവധി നടത്തി അതിൻ്റെ രേഖകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. രണ്ടാമതായി, ഒരു ക്ലിയർ ഇൻറ്റൻഷൻ രണ്ടു ഭാഗത്തു നിന്നും വേണം. ഭാര്യയുടെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇൻറ്റൻഷൻ, അതായത് തലാക്ക് ചെല്ലാൻ പോവുകയാണ് എന്നുള്ള ആ ഇൻറ്റൻഷൻ അതിൽ വേണം. മൂന്നാമതായി, പ്രോപ്പറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി യാതൊരു അവ്യക്തതയും ഇല്ലാതെ മറുഭാഗത്തിന് മനസ്സിലാകത്തക്ക രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്. ഇനി നാലാമതായി, ഇതിൻ്റെ ടൈമിങ്ങിനെ സംബന്ധിച്ച് ഏത് സമയത്താണ് തലാക്ക് ചെല്ലുവാൻ ഏറ്റവും നല്ല സമയമെന്ന് ചോദിച്ചാൽ അത് സ്ത്രീകൾ മെൻസ്ട്രുവൽ പീരീഡിൽ നിന്ന് പുറത്തു നിൽക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്നാണ്. ഏറ്റവും നല്ലതെന്നല്ല, അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് കൂടാതെ സാക്ഷികളും തെളിവുകളും ഇതിന് അത്യാവശ്യമാണ്. അപ്പോൾ ഇവയെല്ലാം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ വിവാഹത്തിന് മുൻപ് തലാക്കിൻ്റെ പ്രൊസീജിയറുകളെല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് കുടുംബ കോടതിക്ക് ബോധ്യം വരികയാൽ അത് അപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് കുടുംബ കോടതി ചെയ്യുന്നത്. മറിച്ച് അതിലിടപെട്ട് അത് സാധുവായ ഒരു വിവാഹം അല്ലാതാക്കി തീർക്കുകയല്ല ചെയ്യുക, മറിച്ച് അത് അപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക.